എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. രാത്രി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഹായ് ഗൈസ്, ഇറ്റ്സ് മീ റേപ്പി. ഹായ് ബ്രോസ്, ഹൗ ആർ യു ഗൈസ്? അപ്പോ കളി കാര്യമായിരിക്കുകയാണ്. നമ്മള് പരിപാടി ഉണ്ടായിരുന്നു പാർട്ട് 1 വന്നിട്ട് നമ്മുടെ പ്രശ്നേഷിന്റെ പ്രശ്നങ്ങളുണ്ട്. അതിലെന്തായിരുന്നു നമ്മൾ എവിടെ ഇരുന്ന് നിർത്തിയെന്ന് പറഞ്ഞാൽ അനീത്തിനെ കുറിച്ചും അമ്മനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു. ആള് എന്തുപോലെ ഉണ്ടെന്ന് അറിയോ? തെമ്മാടിത്തരം ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തെ ഒരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ വന്നിട്ട് അനീത്തിയും അമ്മയും നമ്മുടെ മീഡിയന് മുമ്പിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് സങ്കടമുണ്ട്. എനിക്കത് തോന്നി പബ്ലിക്കായിട്ട് പറയുമ്പോൾ കുറച്ച് ഇതുണ്ടാവും. അപ്പൊ അത് ഫസ്റ്റ് നമുക്ക് അത് കണ്ടിട്ട് വരാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, ജീവിക്കണം മരിക്കണം എന്നറിയാൻ മേലാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. നമ്മളെ സംരക്ഷിക്കുന്ന മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. നമസ്കാരം. നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരിനെ അഫക്റ്റ് ആക്കാത്ത പോലെ പറയണം. പക്ഷെ ഇത് കുറച്ച് ഓവറായി. അത് കാരണം നമ്മുടെ പുള്ളിക്കാരന്റെ അനിയനും പുള്ളിക്കാരന്റെ അനീത്തിയും അമ്മയും കൂടെ വന്നിട്ട് അത് മോശം എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ എന്താ ഹോട്ട് ന്യൂസ് പറഞ്ഞാൽ ആള് കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. വനിതാ സെല്ലിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ വേറൊരു വീഡിയോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കണ്ടു വരാം. കുറെ പേര് ചോദിക്കുന്നുണ്ട്, അണ്ണാ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന്. എനിക്കും അറിയത്തില്ലടാ. പോകാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് പോവാം, നെഞ്ചു വിരിച്ച് തന്നെ പോകാം. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. ആക്ച്വലി ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വനിതാ സെല്ലിൽ പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ വെച്ച് കാര്യങ്ങളൊക്കെ രണ്ടു കൂട്ടരെയും ചോദിച്ച് സംസാരിച്ച് ഞങ്ങൾ അതിലെന്താ പറയുന്നത് പറഞ്ഞാൽ ജയിലിനകത്തല്ല, ആള് ജയിലിനകത്തില്ല, വനിതാ സെല്ലിൽ പോയിട്ട് അനിയത്തിയും അമ്മയും കൂടെ കംപ്ലൈന്റ് ചെയ്ത് തോന്നുന്നു. അപ്പൊ അത് വന്നിട്ട് മീഡിയേറ്ററൊക്കെ വെച്ച് സംസാരിച്ച് നോക്കി തോന്നുന്നു. പക്ഷെ അത് ആയില്ല, കേസ് എടുക്കാൻ പോകുന്നൊക്കെ പറഞ്ഞത് രണ്ടു കൂട്ടർക്കും അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ചും അവർക്ക് ഇത് കേസാക്കണം എന്ന് തന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് കേസാക്കി തന്നെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഇപ്പോൾ വീട്ടിലാണ് കേട്ടാ, ജയിലിനകത്തല്ല. ആവുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അറിയിക്കാം. ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒഫീഷ്യലായിട്ടൊരു വാർത്ത വന്നു. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. നമുക്ക് നോക്കാം എന്തായാലും. പക്ഷെ ഇത് കുറച്ച് പൂച്ചാളിത്തരമായി. അത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആക്ച്വലി ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല. മിണ്ടാണ്ടിരുന്നിട്ട് ഇത്ര പ്രശ്നമുണ്ടാ. ആള് പാർട്ട് 1 എന്നിട്ട് വീഡിയോ ഇട്ടിട്ട് അതില് സ്വന്തം കൂടപ്പറപ്പിനെയും പിന്നെ അമ്മനെ കുറിച്ചൊക്കെ ഇങ്ങനെ അനാവശ്യം കാര്യങ്ങളൊക്കെ പബ്ലിക് മീഡിയന് മുമ്പിൽ വന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായില്ലേ. പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പേഴ്സണൽ പറഞ്ഞാൽ നമ്മളെ കുറിച്ച് എന്ത് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. പറഞ്ഞാൽ അതിങ്ങനെയൊക്കെ ആവും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആള് ഇതൊക്കെ ചെയ്താൽ എന്തൊക്കെ ആവും കാണിച്ചു. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കണ്ടു വരാം. ഉപദ്രവിച്ചു. എന്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്നിട്ട് എന്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുക. വീട്ടിലെ ഭാര്യയോടും മക്കളോടും അവരെ അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കയറി ഇടിമേടിക്കാൻ ചെല്ലുമ്പോഴൊക്കെയാണ് നിങ്ങൾ കറക്റ്റ് ആന്റി സോഷ്യൽ എലമെന്റ്സ് ആയിട്ട് മാറുന്നത്. കണ്ടില്ലേ വീഡിയോ? അപ്പൊ അതിലെന്താ ഭയങ്കര സങ്കടപ്പെട്ടിട്ടുണ്ട് അനിയത്തി, അമ്മയും കൂടെ സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്താ ജീവിക്കാതെ, എങ്ങനെ ജീവിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഇതൊന്നും ഇതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഉണ്ടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാ. അതും ഇതൊക്കെ കാണിച്ച് ഓരോ പബ്ലിസിറ്റി കോപ്പറേറ്റ് കാണിച്ച് അത് വന്ന് പബ്ലിക് ന്യൂസിൽ വരും, ഏഷ്യനെറ്റ് ന്യൂസ്, പല സംഭവങ്ങളൊക്കെ വരും. വേറെ വല്ല ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ പറഞ്ഞാൽ അതും കമന്റ് ബോക്സിൽ പറയാ. പിന്നെ ഈ സംഭവം കണ്ടിട്ട് എനിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞാൽ, ഡോണ്ട് ഡിസ്കസ് യുവർ ഫാമിലി മാറ്റേഴ്സ് ആൻഡ് ഓൾ കൈൻഡ് ഓഫ് കുടുംബ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നത് നല്ലതല്ലാന്ന് ആളുടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ട് ട്രൈ ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ ഗായ്സ്. അടുത്ത വീഡിയോ കാണാം. ഇത് വന്നിട്ട് പാർട്ട് 2 ആണ്. ആള് പാർട്ട് 1 ആയിട്ടുള്ളൂ. നമ്മൾ പാർട്ട് 1 2 പിന്നെ പാർട്ട് 2 ഇത് who knows എന്താണ് സംഭവിക്കുക. Until then, it's me, your AB. Bye bros, love you guys.